വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ? അതേപോലെ നമ്മുടെ ഓണക്കാലം സീരീസിൽ നമ്മുടെ ഓണവിഭവങ്ങളുടെ ഓരോരോ വിഭവങ്ങൾ ഓരോരോ എപ്പിസോഡിലായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ്. സദ്യയുടെ നട്ടൽ എന്ന് വേണമെങ്കിലും പറയാം. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം രസം. സദ്യ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ചോറിനോടൊപ്പം കുറച്ച് രസം കൂടി ഒഴിച്ച് അതിൻ്റെ ആ ഒരു ചൂടും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറും അതൊക്കെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രസം എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നതെങ്കിലും നല്ലൊരു രസം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായ ചില ചെറിയ ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ രസം നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഓണക്കാലം സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡായിട്ട് രസം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായി ചതച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം കേട്ടോ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. വറ്റൽമുളക് ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായി തിളച്ച് തുടങ്ങിയിട്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓണത്തിന് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി രസത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യത്തിലെ രസം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സദ്യ തന്നെയാണ്. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യണേ. സദ്യയിൽ ഒരുപാട് വിഭവങ്ങളുണ്ടാകും, ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ ഓരോ വിഭവത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവസാനം കുറച്ച് ഈ നമ്മുടെ ചോറിനോടൊപ്പം നല്ല ചൂടുള്ള ഒരു രസം ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ് അല്ലേ? അതേപോലെ നമുക്ക് ഈ മടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് രസം. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള ചോറിലേക്ക് ഈ രസം ഇങ്ങനെ ഒഴിച്ച് ഒരു പപ്പടവും അതിലിങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത് ഒന്നൊന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫേർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു കംഫേർട്ട് മൊമെൻ്റ് തന്നെയാണ് അല്ലേ? നിങ്ങൾ തന്നെ പറ. നമ്മുടെ ഓണക്കാലം സീരീസിൽ ഓരോരോ വിഭവങ്ങൾ ഓരോരോ എപ്പിസോഡായിട്ടാണ് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഓണസദ്യ എന്ന് പറയുന്നത് തന്നെ
കുറച്ച് ഡിഷസ് മാത്രം ഉള്ളൊരു സംഭവമല്ലല്ലോ. ഒരുപാട് വിഭവങ്ങളും അതേപോലെ പല തരത്തിലുള്ള ഫ്ലേവേഴ്സും എല്ലാം കൂടി ഒരുപാട് ഓർമ്മകളും കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സദ്യയാണല്ലോ ഓണസദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണക്കാലം സീരീസിൽ ഓരോ എപ്പിസോഡിലും ഓരോരോ വിഭവങ്ങൾ ചേർക്കുമ്പോഴും അതിൻ്റേതായ ട്രഡീഷണൽ ഫ്ലേവേഴ്സ് അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള രസം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ കേട്ടോ. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാനും അതേപോലെ നമ്മുടെ ഓണം സീരീസിൻ്റെ ഓരോരോ എപ്പിസോഡുകളും മിസ്സാവാതെ ഇരിക്കാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഓണക്കാലം സീരീസ് ഇനിയും തുടരുകയാണ്. അപ്പോൾ ഓരോ എപ്പിസോഡിലും നമ്മുടെ ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളായി ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പിസോഡൊന്നും മിസ്സാകാതെ എല്ലാവരും കാണുക. ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ ഇതിനോടകം തന്നെ പല ട്രഡീഷണൽ ഓണം ഡിഷസ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ എപ്പിസോഡിലും ഓരോ വിഭവം, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓണസദ്യ സീരീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലം സീരീസിൻ്റെ എപ്പിസോഡ് 9ാമത്തെ എപ്പിസോഡായിട്ട് രസമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി കമൻസിലൂടെ പറയണം. ഇനി അടുത്ത എപ്പിസോഡിൽ സദ്യയിലെ മറ്റൊരു അടിപൊളിയായിട്ടുള്ളൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.